ഒരു പടത്തിനും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ആദ്യത്തെ ഒരു 10 മിനിറ്റത്തേക്ക് ചിരി ഉണ്ടാവില്ല. പിന്നെ അറിയാതെ അവിടെ ഇവിടെയൊക്കെ ചിരി പൊട്ടി പിന്നെ അങ്ങ് തുടങ്ങും. കോടതിയിൽ ജഡ്ജിമാരിരിക്കുന്ന പോലെ ബലം പിടിച്ചിരിക്കുന്ന നീ ഒന്ന് ചിരിപ്പിക്കുകയല്ലെങ്കിൽ എന്നുള്ള രീതിയിലുള്ള അതാണ് നമ്മുടെ സംഭവം. ക്ലൈമാക്സിൽ വില്ലനെ പറയാൻ പോണേ, അതിന് തൊട്ടുമുമ്പ് ഒരു കാര്യമില്ലാണ്ട് കൊല്ലം തുളസി ചേട്ടൻ്റെ ഒക്കെ ഒരു റിയാക്ഷൻ എടുത്തിടും. ഇത്രയും നേരം മറ്റേ വില്ലനെ അവിടെ കാണിക്കുന്നുണ്ടല്ലോ, ക്ലൈമാക്സിൽ ശങ്കരാടി ചേട്ടൻ മാറ്റുമ്പോ പണ്ട് ആസ്വാദനം മാത്രമാണ്, ഇന്ന് ജഡ്ജ്മെന്റലാണ്. ഇന്നസെന്റ് ഏട്ടനും ലാലേട്ടനും കൂടെ ഉള്ള പടം, ആ പടമൊന്നും മിഥുനം തിയേറ്ററിൽ വർക്ക് ചെയ്ത രക്ഷ. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് നോക്കി എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് ജനനായകൻ മാറുന്നു. ഒരാഴ്ച കൊണ്ട് ഇവര് ഈ TTT കയറ്റുന്നു. പരാശക്തിയെക്കാളും ഈ പറയുന്ന നമ്മുടെ വാദിയാറിനൊക്കെ കാർത്തിയുടെ പടമാണെന്ന് പറഞ്ഞു, അതിനൊക്കെ അടിച്ചിട്ട് ഇത് വിജയിക്കുന്നു. ICU എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ബാബുരാജ്, ബിപിൻ ജോർജ്, വിസ്മയ ആൻഡ് ജോർജ് വർഗീസ്. വെൽക്കം. അപ്പോൾ സിനിമയുടെ പേര് തന്നെ ICU, ഒരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പിരിമുറുക്കമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു പേരാണ്. അപ്പോൾ എന്താണ് സിനിമയിൽ ഉള്ളത്? ഡയറക്ടർ തന്നെ പറയട്ടെ. ഇതിൻ്റെ കഥാപരമായിട്ട് തന്നെ ആ ചോദ്യത്തിൽ ഉള്ളത് തന്നെയാണ് ഈ കഥാപരമായിട്ട് തന്നെ ഇതിനകത്ത് പറയാനുള്ളത്. മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന കുറേ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. അതിൻ്റെ ആ കഥ പറയുന്ന പശ്ചാത്തലം, അതേപോലെ തന്നെ മരണത്തിനും ജീവിതത്തിനും കിടക്കുന്ന ആൾക്കാർ നിൽക്കുന്ന ഒരു സ്ഥലം ICU, അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കഥ പറയുന്നത്. ആ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയും അത് തന്നെയാണ്. ഓക്കെ, എന്താണ് അതിൻ്റെ ഒരു മിസ്റ്ററി ത്രില്ലറാണോ, ഒരു ആക്ഷൻ സിനിമയാണോ? ഒരു സസ്പെൻസ് ത്രില്ലറാണ്. സസ്പെൻസ് ത്രില്ലർ. ഓക്കെ. അപ്പോൾ ബിപിൻ ചേട്ടാ 13 കൊല്ലമായി, 12ാമത്തെ സിനിമയാണ് നായകനായിട്ട്. അല്ല, ഇൻക്ലൂഡിങ് ഇതിലാണ് 11. ഓക്കെ, അപ്പോൾ കൂടി കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു 12. ഓക്കെ, അപ്പോൾ ICUവിൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 സിനിമയായിട്ട് കൂടുതൽ ഇതേപോലെ ത്രില്ലർ സിനിമകളാണ് പിടിക്കുന്നത്. ചെയ്തു വന്നിരുന്ന കോമഡി ഇതിൽ നിന്ന് മാറിയിട്ട് ത്രില്ലർ സാധനങ്ങളാണ് പിടിക്കുന്നത്. അങ്ങനെ ബോധപൂർവമായിട്ടുള്ളൊരു സെലക്ഷനാണ് അത്. അങ്ങനെ സത്യത്തിൽ വലിയ ചോയ്സസ് കുറവ്, അത്യാവശ്യം എനിക്ക് അങ്ങനെ വലിയ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. ഉള്ളത് ഇവർ തരുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തിട്ട് നമ്മളെ കഴിയുന്ന രീതിയിൽ ചില സ്ക്രിപ്റ്റുകളിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യണം. ഇതൊന്നും അങ്ങനെ തൊട്ടിട്ടേ ഇല്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ജോണറിൽ വരുന്നതിലൊക്കെ നമുക്ക് ഒന്ന് ബെറ്റർ ആക്കാനും സ്ക്രിപ്റ്റിലൊക്കെ ഇരിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ചോയ്സസിൽ വന്നതല്ല. പക്ഷേ ഒരു സിനിമ കേൾക്കുമ്പോൾ നമുക്ക് നല്ലതാണോ എന്ന് നമുക്ക് തോന്നുമല്ലോ. ആകെ അതാണല്ലോ സത്യത്തിൽ റിയാലിറ്റി ജെനുവിൻ എന്ന് പറയുന്നത്. നമുക്കാകെ അതേ ചെയ്യാനുള്ളൂ. അത് കേൾക്കുമ്പോൾ നല്ലതാണോ, ഡയറക്ടർ നല്ലതാണോ, പ്രൊഡക്ഷൻ നല്ലതാണ്, അപ്പോൾ നമ്മളതിന് കൈ കൊടുക്കുക ചെയ്ത്. ഇന്ന സെക്ഷനൊന്നുമില്ല സത്യത്തിൽ. അപ്പോൾ അത് മനഃപൂർവ്വം ചെയ്തതല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്ന പോലെ സ്ഥിരം ചെയ്യുന്നതെന്ന് മാറി ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഓക്കെ, ബാബുരാജ് ചേട്ടൻ്റെ ഇതാണെങ്കിൽ ഒരു വില്ലൻ റോൾസൊക്കെ ചെയ്തു വന്നിട്ട് പിന്നെ ക്യാരക്ടർ റോൾസ്, കോമഡി ക്യാരക്ടേഴ്സ്, എല്ലാത്തരം റോളിലും ഫിറ്റ് ആവുന്ന രീതിയിലാണ് ചേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ കാര്യങ്ങളുമൊക്കെ. ഇപ്പോൾ ഇതിൻ്റെ തന്നെ പോസ്റ്റർ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഗുണ്ട സെറ്റപ്പിൽ ഒരു അടിപൊളി വില്ലൻ ക്യാരക്ടർ ആണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററൊക്കെയാണ്. അതെ, എൻ്റെ ഒരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഏത് രീതിയിലേക്കും ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിലാണ്. ഇപ്പം നമ്മളൊക്കെ ഈ തുടക്കകാലം മുതലുള്ള നമ്മളൊരു ആഗ്രഹമായിരുന്നു എല്ലാ വേഷങ്ങളും ചെയ്യണം എന്നുള്ളത്. കാരണം ഒരു സ്ഥലത്ത് തന്നെ തളച്ചിടപ്പെടാതെ എല്ലാം ചെയ്യുക, കോമഡി ചെയ്യുക, അതുപോലെ തന്നെ ക്യാരക്ടർ റോൾ ചെയ്യുക, അതുപോലെ തന്നെ വില്ലൻ റോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന വേഷം അതെന്താണെന്നുള്ളത് നമ്മൾ ഓർഡറില്ല, നമുക്ക് എന്ത് ചെയ്യാനുണ്ടെന്നുള്ളതാണ്. നമ്മുടെ സ്പേസ് എന്തോരമുണ്ട്, നമുക്കതിനകത്ത് എന്ത് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ അങ്ങനെ അങ്ങോട്ട് സെലക്ഷനിലേക്ക് പോകാൻ നമുക്ക് മലയാള സിനിമ തന്നെ ഇപ്പോൾ വളരെ കുറഞ്ഞില്ലേ, എണ്ണത്തിൽ വളരെ കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ വരുന്നതിൽ നല്ലത് ഉൾക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയുള്ള കാലങ്ങളിൽ. അല്ല, ഈ കഥയിൽ ഇവരെ 3 പേരെയും ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ ഈ കഥാഗതിയെ ഇവർ 3 പേരുമാണ് കറക്റ്റ് നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. ICU എന്ന് പറഞ്ഞ സിനിമയുടെ കഥയെ നായകനായിട്ട് നിൽക്കുന്ന ആളും നായികയായിട്ട് നിൽക്കുന്ന ആളും, അപ്പുറത്ത് ബാബുവേട്ടൻ്റെ ക്യാരക്ടർ നമുക്ക് പ്രതിനായകൻ അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയാമെങ്കിൽ പോലും ആ ക്യാരക്ടറിന് ഈ കഥയിൽ വളരെയധികം പ്രാധാന്യമുള്ള ക്യാരക്ടറാണ്. അത് നമുക്ക് പെർഫോം ചെയ്യാനുള്ളതാണെങ്കിലും കഥയെ നിയന്ത്രിക്കുന്നതിലാണെങ്കിലും ഒക്കെ ബാബുവേട്ടൻ്റെ ക്യാരക്ടറിനെ സെൻട്രൽ നിർത്തിയിട്ട് തന്നെയാണ് ഈ ICU എന്ന് പറഞ്ഞ സംഭവം സംഭവിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പം ഫസ്റ്റ് കിട്ടുന്ന ഒരു ബ്രീഫ് എന്തായിരുന്നു ക്യാരക്ടറിന് ബാബുരാജേട്ടന്? എൻ്റെ അടുത്ത് ഡയറക്ടർ ആദ്യം പറഞ്ഞ ജോജിയുടെ ഒരു കണ്ടന്റ് വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ജോജിയുടെ അതുപോലത്തെ ഒരു സാധനം ചെയ്യാനുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. കാരണം വെച്ചാൽ ഇതിന് 2 മുഖങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു ചെയ്യാനുള്ള കാര്യമല്ലേ. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടവും ഞാൻ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് പറഞ്ഞാൽ നമ്മൾ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു കഥ നമ്മളിലേക്ക് എത്തുമ്പോൾ അത് നമ്മളെ മനസ്സിലാക്കി തരുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് എന്തോരം ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നുള്ളത്. പിന്നെ എനിക്ക് എൻ്റെ കൂടെ ഓപ്പോസിറ്റായിട്ട് മുരളി ഗോപിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു കളറങ്ങ് മാറിയില്ലോ ആ സിനിമയുടെ. അങ്ങനെ ഈ പറയുന്ന പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ്. അത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആ ജോജിയുടെ ഒരു ഇതാണ് ഡയറക്ടറുടെ മനസ്സിലാകുന്നുണ്ടായിരുന്നത് അതിനകത്തുള്ള ക്യാരക്ടർ. അത് വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് ഇതിനകത്ത് പറഞ്ഞത്. അതുള്ള ആത്മാർത്ഥമായിട്ട് അത് പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള നമുക്ക് സിനിമ വരുമ്പോൾ കാണാം. ഇപ്പോൾ വിസ്മയുടെ ഉറിയടി 2 ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ ഫസ്റ്റ് ടൈം അല്ലേ? മലയാളത്തിൽ ലവ് ആക്ഷൻ ഡ്രാമ എന്നൊരു മൂവിയും കൂടെ ആ സമയത്ത് ചെയ്തു. ഓക്കെ. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ ഇതിലെ ക്യാരക്ടർ എന്താണ്, ഇതിലെ റോൾ എന്താണ്, ഇതിലെ ഐ മീൻ സസ്പെൻസ് ആണ് ഓക്കെ, പക്ഷേ പറയാൻ പറ്റുന്ന രീതിയിൽ എന്താണ് ഒരു നോർമൽ ഒരു നേഴ്സാണ്, നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫിലൂടെ പശ്ചാത്തലത്തിലിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്, വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. താന്തോന്നി ചെയ്തിട്ട് വലിയ ഗ്യാപ്പാണ്. അപ്പോൾ അന്ന് ആ ടൈമിൽ വലിയൊരു കൾട്ട് ഫോളോയിങ് ഉള്ള ഒരു സിനിമയും കൂടെയാണ്. അത് കഴിഞ്ഞ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് എന്താണ് വന്നത്? ഗ്യാപ്പ് നമ്മൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതല്ല. സിനിമയിൽ താന്തോന്നി ചെയ്ത ഡയറക്ടർക്ക് മാത്രമല്ല ഗ്യാപ്പ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള പല ഡയറക്ടേഴ്സും ഇപ്പോഴും പടം ചെയ്തിട്ടില്ല. അവർ പടം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാബുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത് സിനിമകളുടെ എണ്ണം കുറഞ്ഞു, നായകന്മാരുടെ എണ്ണം കൂടിയതനുസരിച്ച് ഇവിടെ സിനിമ വരുന്നില്ല. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു നായകനോട് കഥ പറഞ്ഞു, ഒരു പ്രൊഡ്യൂസറെ ഉണ്ടായി, എന്നാൽ പോലും ഇവിടെ സിനിമ സംഭവിക്കുന്നില്ല. കാരണം ആ സിനിമ സംഭവിക്കാനുള്ള ഘടകങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ സിനിമ ഇപ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ച് ചിലപ്പോൾ 2, 3, 4 വർഷത്തിനിടയിലായിരിക്കും ഒരു സിനിമ വരുന്നത്. അങ്ങനെയുള്ളൊരു ഗ്യാപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് ഈ കാലഘട്ടത്തിനിടയിൽ ഒരുപാട് തിരക്കഥകൾ ചെയ്തു വെച്ചിട്ടുണ്ട്, കേട്ട കഥകളുണ്ട്, അതൊക്കെ ഇനിയും വഴിയായിട്ട് വരും. കുമ്പളങ്ങി നൈറ്റ്സ് കഴിഞ്ഞിട്ട് എത്ര കൊല്ലം ഉണ്ടാവും? അതെ, അതിൻ്റെ സംവിധായകൻ ചിലപ്പോൾ അവർ ഇതിൻ്റെ പ്രൊസീജിയറിലായിരിക്കും. അതെ, എന്നാലും ഇത്രയും ഗ്യാപ്പ് അല്ല, വന്നാൽ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഈ പണ്ട് വീട് പണിയുടെ കാര്യമൊക്കെ പറയണ പോലെയാണ്. നമുക്ക് എത്ര കാശുണ്ടായാലും വീട് പണിയാൻ പറ്റണമെന്നോ തീർക്കണമെന്നോ നിർബന്ധമില്ല എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ സംഭവിക്കുകയാണ് അങ്ങോട്ട്. അല്ലാണ്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവും, അത് ചിലപ്പോൾ ആ ആർട്ടിസ്റ്റിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ അത് നടക്കുന്നില്ല. ഈ സിനിമ ഞാനിപ്പോൾ എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ സിനിമയിൽ ഒരു 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 ഭാഗ്യം അല്ലെങ്കിൽ ആ ലക്ക് ഫാക്ടർ അല്ലെങ്കിൽ കുറച്ചൊരു അന്ധവിശ്വാസ ഫാക്ടർ ഇതൊക്കെ കൂടുതലാണ്. കഴിവ് എന്ന് പറയുന്ന സാധനം 40 മറ്റുള്ള 60 ആണല്ലോ. അപ്പോൾ ആ 60% കൂടി കറക്റ്റായിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നു ചില സിനിമകൾ അയ്യോ ഇതെങ്ങനെ ഓടി ഈ സിനിമ, അത് നമ്മൾ പിന്നീട് കാണുമ്പോൾ ഈ സിനിമ ഇപ്പം നമ്മൾ ഭയങ്കര ഹിറ്റായിട്ട് പറയുന്ന സിനിമകളില്ലേ, അത് നമ്മുടെ ഓടാത്ത സിനിമകളാണ് ഭയങ്കര. ഇപ്പൊ നമ്മൾ എല്ലാവരും വിളിച്ചു പറയുന്ന മറ്റേ അക്കൂസേട്ട എന്നൊക്കെ പറയുന്ന ഡയലോഗായാലും എല്ലാം, അതുപോലെ തന്നെ മറ്റേ ഇഷ്ടം പോലെ ഈ മറ്റേ ഇതില്ലേ മറ്റേ എറിയടോ എന്നൊക്കെ പറയുന്ന സാധനം, നമ്മള് ഇന്നസെന്റ് ഏട്ടനും ലാലേട്ടനൊക്കെ കൂടെ ഉള്ള പടം, ആ പടം ഒന്നും മിഥുനം തിയേറ്ററിൽ വർക്ക് ചെയ്ത രക്ഷ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് നോക്കി എല്ലാവർക്കും അറിയാം. അപ്പൊ അന്ന് നമ്മൾ ആലോചിക്കും ദൈവമേ അതെന്താണ്. ഇനിയിപ്പോൾ അതിന് പകരം ആകാശദൂത് എന്നൊക്കെ പറഞ്ഞ പടമുണ്ട് ഭയങ്കര ഹിറ്റായിട്ട്, ആ പടം നമ്മൾ ഇന്ന് കണ്ടു നോക്കി കരഞ്ഞ് നമ്മൾ അവശതയാകും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇതങ്ങ് ചെയ്യുന്നു, വലിയ ഹിറ്റാകുന്നു. അപ്പോൾ അവരും ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിഞ്ഞു ഇല്ലേ. ഇപ്പം അമൃതം എന്താണ് ഒരു പടം, എല്ലാം നിവിൻ്റെ പടം സർവമായ എന്ന് പറഞ്ഞ പടം അങ്ങ് കയറി കുളത്തോടുകൂടി അയ്യോ ഇവിടെ ഇത്ര നാൾ എവിടെയായിരുന്നു നിങ്ങൾ, നിങ്ങൾ എന്തുകൊണ്ട് അതങ്ങനെയാണ്. പിന്നെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് മാറി പുറമേ നോക്കുന്ന ഒരാൾക്കാണ് ആ ഗ്യാപ്പ് ഫീൽ ചെയ്യുക. നമ്മൾക്ക് ആ ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ ഫുൾ ടൈം 360 ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പ്രൊജക്ട് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ സിനിമകളുടെയും പുറകെയാണ്. ഇവരെയൊക്കെ ആയിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടും എല്ലാ ആൾക്കാരായിട്ടും നമ്മൾ നിരന്തരം ബന്ധമുണ്ട്. നമ്മൾ തിരക്കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗ്യാപ്പ് ഇത്രയും വർഷമായെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതിൽ ബാബുരേട്ടൻ പറഞ്ഞു ഒരു സാധനം തുടർച്ച പറയുന്നത് ദേവദൂതൻ. ഈ ലക്കും സമയവുമാണ് മാറുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേവദൂതൻ. ഇത്രയും കൊല്ലത്തിന് ശേഷം അന്നത് സ്വീകരിക്കപ്പെട്ടില്ല, ഇത്രയും കൊല്ലത്തിന് ശേഷം അത് ഭയങ്കര ഹിറ്റാവുന്ന. അപ്പം ആ ക്വാളിറ്റി അന്നും ഉണ്ട് ഇന്നും ഉണ്ട് അതിന്. പക്ഷേ സമയവും കാര്യവും എന്നാൽ ആ സമയത്ത് അത് പരാജയപ്പെട്ടപ്പോൾ സിബി സാറൊക്കെ അടിച്ച ടെൻഷനെ പറ്റി സിബി സാർ പല ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്. ഒന്ന് ആലോചിക്കുക, അതിനാര് പകരം കൊടുക്കും അല്ലേ? അതെ അതെ. അപ്പം അതൊക്കെ ഓരോ സമയത്ത് ഭയങ്കര ഫാക്ടറാണ്. അത് എങ്ങനെ ഓടുന്നു, എങ്ങനെ ഓടി എന്നൊക്കെ ഈ പടം. ഇനി ഒരു ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. നമ്മൾ ഭയങ്കര പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് പടം, ഇത് വീശും, ഇത് ഇവിടെ കോടികളുണ്ട് പൊളിയും എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ പാരലായിട്ടൊരു പടം ഇറക്കുന്നു.
ഈ പടം പൊട്ടുന്നു, ഈ പടത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ കയറും. അതെ. കാരണം ആൾക്കാർ ഉടനെ ഇതിനോടുള്ള നിരാശ കൊണ്ടിട്ടുണ്ടല്ലോ, ഒരു ഓപ്പൺ മറ്റത് കാണാം, അതെന്താ ബെസ്റ്റ്. അതങ്ങനെയാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പൊങ്കലിൽ ഇറങ്ങിയ ടി എന്ന് പറഞ്ഞ പടം. നമ്മുടെ ഫാലിമിയുടെ ഡയറക്ടർ അവിടെ പോയി ചെയ്ത ജനനായകന് വേണ്ടിയിട്ട് തിയേറ്റർ മുഴുവൻ ബുക്ക് ചെയ്തിട്ടേക്കുക. കൂടെ മറ്റേ വാദ്യാർ എന്ന് പറഞ്ഞ പടമുണ്ട്, നമ്മുടെ പരാശക്തി ഉണ്ട്, വലിയ പടം. ചേട്ടൻ പറഞ്ഞ പോലെ ഇതിന്റെ ഒപ്പം മറ്റേതില്ല. അവർ ചിന്തിച്ചിട്ടില്ല, റിലീസ് ചിന്തിച്ചിട്ടില്ല. പെട്ടെന്ന് ജനനായകൻ മാറുന്നു. ഒരാഴ്ച കൊണ്ട് ഇവർ ഈ ടി കയറ്റുന്നു. പരാശക്തിയെക്കാളും ഈ പറയുന്ന നമ്മുടെ വാദ്യാറിനേക്കാൾ കാർത്തിക പടമാണെന്ന് പറയുന്നത്, അതിനൊക്കെ അടിച്ചിട്ട് ഇത് വിജയിക്കും. അത് ഇത്രേ ഉള്ളൂ. അങ്ങനെയുണ്ട്. ഞാനിപ്പോൾ പടത്തിൻ്റെ പേരുകൾ പറയുന്നില്ല. നമ്മൾക്ക് ഓരോ ഫെസ്റ്റിവലിന് ഇറങ്ങുന്ന പടങ്ങൾ വീഴ്ച വരുമ്പോൾ ഇതുപോലൊരു പടം കയറി അങ്ങ് കൊളുത്തും. എന്താ അറിയാമോ, ആൾക്കാർ ഉടനെ കമ്പയർ ചെയ്യുന്നത് മറ്റത് എന്തിനും ഇത് അത് കണ്ടിരിക്കണം. ആൾക്കാർക്ക് ആ ഒരു, കാരണം നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകിച്ചും മലയാളത്തിൽ ഇപ്പോൾ കോമഡി പടമാണെങ്കിൽ തന്നെ ഓഡിയൻസ് കയറുന്നത് നീ ഒന്ന് ചിരിപ്പിക്കണം കാണട്ടെ. ഒരു പടത്തിനും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ആദ്യത്തെ ഒരു 10 മിനിറ്റത്തേക്ക് ചിരി ഉണ്ടാവില്ല. പിന്നെ അറിയാതെ അവിടെ ഇവിടെയൊക്കെ ചിരി പൊട്ടി പിന്നെ അങ്ങ് തുടങ്ങും. നമ്മളങ്ങനെ കോടതിയിൽ ജഡ്ജിമാരിരിക്കുന്ന പോലെ ബലം പിടിച്ചിരിക്കുന്ന നീ ഒന്ന് ചിരിപ്പിക്കുകയല്ലെങ്കിൽ എന്നുള്ള രീതിയിലുള്ള അതാണ് നമ്മുടെ സംഭവം. ഇത് തന്നെയാണ് സിനിമ റിലീസ് ചെയ്യുമ്പോഴും. ഇവൻ ഭയങ്കരമായിട്ട് നിൽക്കുന്നു, ഇത് വെറുതെ കൊണ്ട് ഇറക്കി കൊടുക്കുന്നു. ഇവൻ എന്തെങ്കിലും നിരാശ ആയിക്കഴിഞ്ഞാൽ ഉടനെ ഇതിനെ പൊക്കും ഓട്ടോമാറ്റിക്കായിട്ട്. മാറ്റത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. അവർ തന്നെ ഞെട്ടിപ്പോകുന്നു പറഞ്ഞു സത്യം. ഇപ്പോൾ ഇക്വേഷൻസ് എപ്പോഴും മാറുന്ന ഒരു ഇതാണ് സിനിമ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ ത്രില്ലർ സിനിമകളുടെ കാര്യം പറയുമ്പം ഒരു ടൈം ഉണ്ടായിരുന്നു, ഇറങ്ങുന്ന എല്ലാം ത്രില്ലർ സിനിമകളാണ്. അപ്പം ഓരോ ത്രില്ലർ സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവർ ഒരു മൈൻഡ് സെറ്റോടെയാണ് വരിക, ഞങ്ങളെ ഇത്ര ഞെട്ടിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളങ്ങ് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു വെല്ലുവിളിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ത്രില്ലർ സിനിമ കഥ കേൾക്കുമ്പോൾ തന്നെ നമ്മളത് എങ്ങനെ അത് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അതിൽ വേണമല്ലോ. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ ചേട്ടൻ എന്താ തോന്നിയേ? അങ്ങനെ എക്സൈറ്റ് ചെയ്തിട്ടുകൊണ്ടുള്ളത് നമുക്കിത് നന്നായിട്ട് തോന്നുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ 4 പേരെ കണ്ടോ, ഇവരൊക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ബ്രില്യൻസ്, ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇവരൊക്കെ തമ്മിലൊരു കണക്ഷനുണ്ട്. അപ്പോൾ ചില ഏരിയയിൽ നമ്മൾ തന്നെ, അതായത് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ വിചാരിക്കും ഇതെങ്ങനെ കണക്റ്റ് ആവും, ഇതങ്ങനെ ശരിയാവില്ലല്ലോ എന്നൊക്കെ തോന്നുമല്ലോ. ഈ പ്രേക്ഷകൻ ഇടക്ക് പ്രേക്ഷകൻ്റെ ബുദ്ധി പ്രയോഗിക്കുമല്ലോ, അതിൽ നിന്ന് മാറുമ്പോഴാണ് നമ്മൾ ഈ പടം വിജയിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ CBI നമ്മുടെ പഴയ SN സ്വാമി സാറിൻ്റെ പടത്തിലൊക്കെ ക്ലൈമാക്സിൽ വില്ലനെ പറയാൻ പോകണേന്ന്, അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യമില്ലാണ്ട് കൊല്ലം തുളസി ചേട്ടൻ്റെയൊക്കെ ഒരു റിയാക്ഷൻ എടുത്തിടും. ഞാനാണോ സംശയം. അത് ആദ്യ സമയത്ത് പ്രേക്ഷകനെ പറ്റിച്ചിരുന്നു. പിന്നീട് പ്രേക്ഷകൻ തന്നെ മനസ്സിലാക്കി ഇങ്ങനെ കാണിച്ച അവനല്ല, ഏതൊരു പടത്തിൽ അങ്ങനെ കാണിച്ചിട്ട് അവനായിരുന്നു. അങ്ങനെയൊക്കെ ഇതില് അങ്ങനെ ചിന്തിക്കാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷെ പ്രേക്ഷകൻ സ്വാഭാവികമായിട്ട് ഇതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഘടകത്തിലേക്ക് എത്തി നിർത്തുന്നുണ്ട് ഈ പടം. അവിടെ നിന്ന് നമ്മൾ അതല്ല എന്ന് പറഞ്ഞു പോകുന്നത്. ഈ സസ്പെൻസും ത്രില്ലറും ഒക്കെ നമുക്ക് എന്തോരം വേണമെങ്കിലും ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരാം. ഇത് പൊളിയുന്ന അവസാനമാണ്. ത്രില്ലർ നമുക്ക് എന്തോരം ത്രില്ലിങ് സീക്വൻസ് ഉണ്ടാക്കാം. പക്ഷെ ഇത് കണക്ട് ചെയ്തിട്ട് വേരിയാണ്ടില്ല. നമ്മളിപ്പോൾ ഏത് ത്രില്ലർ പടം കണ്ടാലും നമ്മൾ ത്രില്ലർ അടിച്ചിട്ട് ലാസ്റ്റ് അത് എങ്ങനെയാണ് കണക്ട് ചെയ്യണം, ആ എൻഡിലാണ് അതിൻ്റെ ത്രില്ലർ പടത്തിൻ്റെ സസ്പെൻസിൻ്റെയും എൻഡാണ് അതിൻ്റെ കറക്റ്റാണ്. അല്ലാണ്ട് ലാസ്റ്റ് എല്ലാം ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു മൂവി കണ്ടു, പേര് പറയുന്നില്ല, ഭയങ്കര സംഭവം. ലാസ്റ്റ് അവസാനം ഒന്നുമില്ലാത്തൊരു സാധനം. നമ്മൾ എന്താണോ അതുവരെ പ്രതീക്ഷിച്ചിരുന്നത് അതിൽ നിന്ന് മാറിയിട്ട് വേറെ എവിടെയോ കൊണ്ട് അവസാനിപ്പിക്കുന്നു. പക്ഷേ ഇതിൻ്റെ കണക്ഷൻ ഈ പറയുന്ന പോലെ ഇത് കറക്റ്റാവുന്നത്, ഇത് കണക്ട് ചെയ്ത് വന്നിട്ട് ഇത് അങ്ങനെ നമുക്ക് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്കത് റീകണക്ട് ചെയ്യാൻ തോന്നും. അതാണ് അങ്ങനെ അത് വന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇതാണ് ആ പടത്തിൻ്റെ വിജയം. രണ്ടാമതൊന്നുകൂടി പോയി കാണും. ഇപ്പം നമ്മൾ ഇഷ്ടപ്പെട്ടൊരു പടമാണെങ്കിൽ, ത്രില്ലർ ഒരു പടമാണെങ്കിൽ നമ്മൾ രണ്ടാമതൊന്നുകൂടി കാണുമത്. കാരണം ആദ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ മാറ്റർ. ഇപ്പോൾ നമ്മൾ ഏത് OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന, ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ള ഏത് പടങ്ങളായാലും നമ്മൾ തുടങ്ങുന്ന സമയത്ത് അത് വലിയ ഇതായിട്ട് വിടും. എൻഡിൽ വരുമ്പോൾ ഒന്നുകൂടി കാണും. അപ്പോൾ നമുക്ക് കണക്ഷൻ എന്ന് പറഞ്ഞ പോലെ രണ്ടാമത് ഈ പടം കയറി കാണണം തിയേറ്ററിൽ. അതാണ് ഇതിലങ്ങനെ ഒരു ഘടകമുണ്ട്. അതായത് ഏതൊരു സിനിമയിലും നമ്മൾ ഒരു 90% അല്ലെങ്കിൽ 95% സിനിമയിലും നായകനിൽ നിന്ന് പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നായകൻ സോൾവ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങളിലൂടെ കഥ വികസിക്കുന്നത്. സെൻട്രൽ ക്യാരക്ടർ നായകൻ തന്നെയായിരിക്കും അല്ലെങ്കിൽ നായികയിലായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സെൻട്രലിൽ നിർത്തപ്പെടുന്ന ക്യാരക്ടർ ശരിക്കും ബാബുരാജേട്ടൻ്റെ മൈക്കിൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി എല്ലാവരും നിൽക്കുന്നത്. ഈ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിനെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അതിനോട് എങ്ങനെ എതിരിടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ബാക്കി എല്ലാവരുടെയും സംബന്ധിക്കുന്നത്. ഇതിൽ നിന്നാണ് സ്പ്രെഡ് ആവുന്നത്. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു വരുമ്പോൾ സസ്പെൻസ് ത്രില്ലറുകൾ എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ പ്രകൃതിച്ച് കാണാത്ത ചില
ആൾക്കാരുണ്ട്, അതായത് ലെജൻഡായിട്ടുള്ളവർ. MT സാർ എഴുതിയ ഒരു ത്രില്ലർ ഏതാണെന്ന് പറയുമോ? സസ്പെൻസ് ത്രില്ലറാണ് ഉത്തരം. അത് എഴുതിയത് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു പരിപാടിയാണ്. ഇനി വേറൊരു ഇത് എൻ്റെ ഒരു വ്യൂ ആണ്. ഈ ONV സാറ് ഒരു കവിതയിലൊരു സസ്പെൻസ് ത്രില്ലർ എഴുതിയിട്ടുണ്ട്. കുഞ്ഞെടുത്തി എന്ന് പറഞ്ഞ കവിത ഉണ്ടല്ലോ, കുഞ്ഞെടുത്തിയെ തന്നെ എല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം, അതാണുണ്ടല്ലോ. അതിൻ്റെ കുഞ്ഞെടുത്തിനെ പറ്റിയുള്ള ബൂസ്റ്റിംഗ് ആണ്. തുടക്കത്തിൽ ആ കൊച്ച് കുഞ്ഞെടുത്തിനെ പറ്റിയുള്ള സ്നേഹം പറയുക, പക്ഷെ അതിൻ്റെ ഇടയിൽ വെച്ച് കുഞ്ഞെടുത്തി മരിക്കുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിലെ വരികളിലാണ് കുഞ്ഞെടുത്തി മരിക്കാനുള്ള കാരണവും ആരാണെന്നുള്ളത് ഇപ്പോഴൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ പറഞ്ഞത് ഈ സസ്പെൻസ് ത്രില്ലറിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ഈ എൻഡിലേക്ക് വരുമ്പോഴുള്ള ചോദ്യമാണ്. ഹുക്ക് അവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളത്, പ്രേക്ഷകനെ അതുവരെ നിർത്തുക എന്നുള്ളത്. പണ്ടൊക്കെ നമ്മൾ നസീർ സാറിന്റെ കാലഘട്ടത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നസീർ സാറിന്റെ നമ്മൾ CD പടം എന്നാണ് പറയണേ. അന്ന് ത്രില്ലർ ഒന്നും അറിയില്ല ആൾക്കാർക്ക്. CD പടമാണോ, എത്ര ഇടിയുണ്ട് നമ്മൾ ചോദിക്കുന്നു, ഇടിയൊക്കെ എത്ര എന്ന് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ അന്ന് ഭയങ്കര സംഭവം. അടൂർബാസി ചൂലൊക്കെ അടിച്ചെടുത്തിട്ട് ഈ ചൂല് തിരിക്കുമ്പോൾ തന്നെ നമ്മള് മറ്റേ ഇദ്ദേഹത്തിന്റെ പടത്തിൽ പോയിട്ട് ഉണ്ടാവുമായിരുന്നില്ല. ഇംഗ്ലീഷ് മൂവീസ് ജെയിംസ് ബോണ്ട് പടത്തിൽ പോലും ഇല്ല. അങ്ങനെ നമ്മൾ മറ്റേ തുറക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ 2 കാലായിരിക്കുമല്ലോ. എല്ലാ പടത്തിലും വില്ലന്റെ ഇൻട്രൊഡക്ഷൻ 2 കാലാണ്. കാലിങ്ങനെ വെച്ചാൽ കാലിങ്ങനെ അകത്തും ഫേസ് മിക്കവാറും ഉണ്ടാവില്ല. അന്ന് നമുക്കറിയില്ല ഇതിന്റെ ജോണറിന്റെ പേര് ത്രില്ലർ ആണെന്നോ സസ്പെൻസ് ആണെന്നോ. ലങ്കാദഹനം, പേര് ലങ്കാദഹനം. അതിപ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കും റീമേക്ക് ചെയ്യാൻ പറ്റിയ കറുത്ത കൈകൾ, പിന്നെ പഞ്ചവങ്കാട് ഫസ്റ്റ് ഷോയോടുകൂടി സസ്പെൻസ് അവസാനിക്കുമെങ്കിലും അടുത്ത ഷോയ്ക്ക് കാണാൻ കയറുക അല്ലെങ്കിൽ അടുത്ത ഷോയ്ക്ക് കയറുന്നവനും അത് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ വിജയം. അല്ല, അന്നത്തെ ഏറ്റവും വലിയ എൻജോയ്മെന്റ് എന്താണെന്നറിയാമോ? ബാബുരാജേട്ടനും ഞാനും കൂട്ടുകാരായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അപ്പം നസീർ സാറ് അല്ലെങ്കിൽ ശങ്കരാടിച്ചേട്ടനായിരിക്കും. അത്രയും നേരം മറ്റേ വില്ലനെ അവിടെ കാണിക്കുന്നുണ്ടല്ലോ. ക്ലൈമാക്സിൽ ശങ്കരാടിച്ചേട്ടൻ മാറ്റുമ്പോ അല്ല പാലുണ്ണിയൊക്കെ മാറ്റുന്നതാണ് നേരെ ആ ശങ്കരാടിച്ചേട്ടൻ. അതിന്റെ ലോജിക്ക് ആരും പണ്ട് ആസ്വാദനം മാത്രമാണ്, ഇന്ന് ജഡ്ജ്മെന്റലാണ്. പണ്ട് ഇപ്പൊ നമ്മൾ പറയില്ല, ഇപ്പൊ ഈ മൊബൈലോ ഫോണൊക്കെ ഉള്ള കാലഘട്ടമാണ്. പണ്ട് പല സിനിമയിൽ ക്ലൈമാക്സ് ഉണ്ടാവില്ല, വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രശ്നം മൊത്തം. 3 മക്കള് പിരിഞ്ഞു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വാതിലുണ്ട്, ഈ വാതിലിന്റെ ഇവിടെ വില്ലൻ ഉണ്ടാവും. ഇവിടം വരെ ഒന്ന് നോക്കുള്ളൂ, ഇങ്ങോട്ട് നോക്കി ഇവിടെ കാണും. എത്രയോ പടങ്ങളിൽ നമ്മളിനായിരിക്കും ഇങ്ങോട്ട് വന്ന് കണ്ടാൽ തീർന്നില്ല പടം, വരില്ല. അപ്പൊ അതൊക്കെ ആ കാലം പോയില്ലേ. പണ്ട് ഏതൊരു പടത്തിന്റെ ക്ലൈമാക്സ് 2 പേര് ഇങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് കാണുന്നില്ല പരസ്പരം. ആ പടം ഞാൻ ഓർക്കുന്നില്ല, തമിഴ് പടം വന്ന് തോന്നുന്നു. എയർപോർട്ടിലേക്ക് പോവാ, അപ്പൊ ഇവര് തമ്മിൽ ആ ട്രാഫിക്കിൽ കണ്ടാൽ ഇത് കഴിഞ്ഞു. മൊബൈലൊക്കെ ഉള്ള കാലമാണെങ്കിലും അതല്ലേ. പക്ഷെ ആ കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിലാണ് പറയുന്ന കഥകളും പരിസരങ്ങളും എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ കാലം മാറുന്നതനുസരിച്ചുള്ള സംഗതികളെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. പറഞ്ഞ മാതിരി മൊബൈലും ഇങ്ങനത്തെ സംഗതികൾ ഉള്ളതുകൊണ്ട് അത്തരം സാധനങ്ങളെ തന്നെ എടുത്തിട്ട് നമ്മൾ ഈ കാലഘട്ടത്തിലെ പരിസരങ്ങളിലേക്ക് മാറ്റുന്നു. ഇനിയിപ്പോൾ ചാറ്റ് GPT ഒക്കെ വന്ന സമയത്ത് ഇനിയിപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇപ്പോഴത്തെ പിള്ളേർ അധികവും ചാറ്റ് GPTയോടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു മരണപ്പെട്ടാൽ അവൻ അതിനു മുമ്പ് അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക സംഘർഷം എന്താണെന്ന് അറിയാൻ ഇപ്പോൾ ഈ ചാറ്റ് GPTയിൽ ഇവൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കിട്ടാവുന്ന ഒരു സംഗതി ഒന്നും അറിയാൻ പറ്റും. ഇപ്പോഴത്തെ എല്ലാ യങ്സ്റ്റേഴ്സും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉടനെ ചോദിക്കാറുണ്ടോ? ഇദ്ദേഹത്തിന്റെ മുഖത്തൊരു എല്ലാം അതിനോടല്ലേ ചോദിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന്. അന്ന് ഈ ചേട്ടനാണല്ലോ എല്ലാം ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ചെയ്യുമെന്ന്. അത് ഇതുമായിട്ടുള്ള ഇതിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ലക്ഷണമൊത്ത ആദ്യത്തെ സസ്പെൻസ് ത്രില്ലർ എനിക്ക് തോന്നുന്നു യവനികയാണെന്ന് തോന്നുന്നു. ഒരു ലക്ഷണമൊത്താന്ന് പറയൂലേ, ഒരു സ്ക്രീൻ പ്ലേയും അല്ലേ? ഒരു എനിക്ക് തോന്നുന്നു യവനികൊക്കെ 80s-ലല്ലേ? അല്ല, അതിന് മുമ്പേ ഏതാണ്? അതിനു മുമ്പൊക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന ചേട്ടന്മാർ എത്രയോ പടങ്ങൾ കിടക്കുന്നു. നസീർ സാറും പറഞ്ഞത് വേറൊരു ആ ഒരു ട്രാക്ക് മാറിയ ഈ പറഞ്ഞ പോലെ ഈ മറ്റേ മീശ മാറ്റുന്ന അതുപോലത്തെ സസ്പെൻസിൽ നിന്ന് മാറി ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് അതെ ഓരോ ചോദ്യങ്ങൾ ഇട്ട് കൊടുത്ത് അതെ. ഇപ്പൊ വിസ്മയ കൂടെ അഭിനയിക്കുന്നവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, ലൈക്ക് ഡയറക്ടേഴ്സ് തന്നെ ഒരുപാട് പേരുണ്ട്. ശ്രീകാന്ത് ഏട്ടനുണ്ട്, ബാബുരാജ് ഏട്ടനുണ്ട്, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എല്ലാവരും ഉണ്ട്. ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതെ ഞാൻ പറഞ്ഞു ഡയറക്ടേഴ്സ് തന്നെ 3-4 പേരുണ്ട്. ഉണ്ണി ഗോപി. അപ്പോ 4 പേര്. അപ്പോ ഡയറക്ടേഴ്സ് തന്നെ ഉണ്ട് ഒരുപാട് പേര്. എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ മാറണം? എനിക്ക് ഇവരോടൊക്കെ
നമുക്ക് സംസാരിക്കാൻ തന്നെ പേടിയായിരുന്നു ആദ്യം. ഇവരുടെ അടുത്തൊന്നും ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഇവരത്രയൊന്നും ഇൻ്റലിജൻറ്റും അല്ല, അത്രയും ഡീപ്പായിട്ട് അത്ര നോളജൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഞാനൊക്കെ എന്ത് പോയി സംസാരിക്കാൻ. സാധാരണ നമ്മൾ അങ്ങനെ ആരോടും സംസാരിക്കാറില്ലല്ലോ, ഇൻഡിവിജ്വലായ നമ്മൾ ഇവരോടൊന്നും സംസാരിക്കാൻ. ഞാൻ പക്ഷെ സംസാരിച്ചിരുന്നു. പക്ഷേ വിസ്മയ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മളുടെ കഥാപാത്രത്തിന് അനുയോജ്യമായ ഒരു ഫിഗറാണ് നമ്മൾ ആദ്യം നോക്കുക, അങ്ങനെയാണല്ലോ നോക്കുക. കഥാപാത്രത്തിനോട് യോജ്യമായ ഒരു ഫിഗർ നോക്കുക. പക്ഷെ അവർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വളരെ സാറ്റിസ്ഫൈ ആണ്. അവരുടെ പെർഫോമൻസ് നമുക്ക് വളരെ, നമ്മളുടെ കഥാപാത്രത്തിന് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ അവർക്ക് ഔട്ട്പുട്ട് കിട്ടിയെന്നുള്ളതാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ? ഇത് ഇങ്ങനെ ഒരു സിംഗിൾ ഡേ നടക്കുന്ന കഥ അങ്ങനെ എന്തെങ്കിലും ആണോ അതോ? അല്ല, ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസും? വളരെ എൻറിച്ചിങ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആദ്യമായിട്ട് ഒരു ന്യൂ കമർ എന്ന നിലയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു മൂവി കിട്ടിയത് തന്നെ വലിയൊരു ഒരു ലെസണാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. പിന്നെ ഇത്രയും വലിയൊരു കാസ്റ്റിൻ്റെ കൂടെ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഹ്യൂജ് ഡീലല്ലേ. സോ ഹാപ്പി, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇനി റിലീസ് ആവുന്നതിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. വർഷങ്ങളായിട്ട് ഈ ഇതേ കഥാപാത്രങ്ങളെല്ലാം വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അവരുടെ ജീവിത പ്രശ്നങ്ങളും ഒക്കെ ഒരു ദിവസത്തിലേക്ക് വന്ന് ചേരുകയാണ്. അവരൊറ്റ ദിവസം ആണത് പൊട്ടി തകരുന്നത് എന്ന് പറയുന്ന സംഭവം. അവിടെ നിന്നാണ് ബാക്കി ദിവസങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്. ചേട്ടനും അതേപോലെ ജോഷി സാറുമായിട്ടൊക്കെ ഒരുപാട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ജോഷി സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തില്ല. ആ ജോഷി സാർ ചെയ്തൊരു പടത്തിൽ മാമ്പഴക്കാലത്ത് ഞാൻ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ബാബുരാജേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ മാതിരി ജോഷി സാറിൻ്റെ മോണിറ്ററിൻ്റെ പുറകിൽ പോയി നിൽക്കാൻ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. മാമ്പഴക്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളിയുടെ പുറകിൽ പോയിട്ട് ഇങ്ങനെ കൈയും കെട്ടി നിൽക്കാൻ പറ്റിയൊരു ഭാഗ്യം എനിക്ക് തന്നിട്ടുണ്ട്. ജോഷി സാറിൻ്റെ മോണിറ്ററിൻ്റെ പുറകെ ആ ഏരിയയിൽ ആർട്ട് അതിനകത്ത് ഞാൻ ഹീറോ ആയപ്പോലും പോയി നിൽക്കൂല. അപ്പോൾ അതാ ഞാൻ വേറെ ഇൻ്റർവ്യൂ പറഞ്ഞ് നമ്മളൊക്കെ അതിൻ്റെ പുറകെ പോയി ഇരിക്കും കസേരയൊക്കെ ഇട്ടിട്ട്. അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ജോഷി സാറിനെ വിളിക്കും, ഇവിടെ എന്നിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് ഇന്നലത്തെ ഉണ്ടാവും. അതിനെക്കുറിച്ച് പറഞ്ഞ് കസേരയിട്ട് ഇരിക്കാൻ പെർമിഷനുള്ള ബിജു പപ്പൻ, ഞാൻ, അബു സലീമൊക്കെയാണ് പുറകിൽ ഇരിക്കണേ. അങ്ങനെ ഇത് കണ്ടാണ് എനിക്ക് ഡയറക്ഷനുള്ള പൂതി വന്നിട്ട് ജോഷി സാറ് തന്നെയാണ് വന്ന് ഫസ്റ്റ് തിരിച്ചു കൊടുത്തത്. അപ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, എടാ തുടങ്ങി വെച്ചാൽ തീർത്തിട്ട് പോകണം കേട്ടോ, അല്ലാണ്ട് ഇടയ്ക്ക് ഇട്ടുണ്ട് പോരുതെന്ന്. കാരണം അപ്പോൾ നമ്മുടെ ഒരു ചങ്ങാതി പടം തുടങ്ങിയിട്ട് ഇട്ടുണ്ട് പോയിരുന്നു, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ജോഷി സാറിന് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നേ, എങ്ങനെയാണ് നമ്മളുമായിട്ട് ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ എവിടെ നിന്നാലും വിളിക്കും, എന്താ ഇങ്ങനെ വിളിച്ചിട്ട്. അപ്പോൾ തലേദിവസം എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അതും പറഞ്ഞ് ജോഷി സാർ ചിരിക്കണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യമേ ചിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ. ഇപ്പോൾ വിപിൻ ജോർജിൻ്റെ 13ാമത്തെ പടം 12ാമത്തെ പടം എന്ന് പറഞ്ഞ പോലെ എൻ്റെ 25ാം വർഷമാണ്. അപ്പം ഞാൻ 2001 ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്നത്. മത്സരം എന്ന് പറഞ്ഞ സിനിമ, കലാഭവൻ മണിയുടെ പടം. ഏത് പടം? മത്സരം. അതിൽ അനിൽ സി മേനോൻ്റെ പടമാണ്. അത് കഴിഞ്ഞ് പത്മകുമാർ, ഷാജി കലാസ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തത്. ജോഷി സാറിൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് വർക്ക് കണ്ടുപിടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മത്സരം. ടി എ ഷാഹിദാണ്, അടിപൊളി പടം. ടി എ ഷാഹിദിന്റെ പടം പിന്നെ ടി എ ഷാഹിദ് തന്നെയാണ് മറ്റതും നമ്മുടെ രാജമാണിക്യം താൻ തോന്നിയില്ല. മാസ് പരിപാടി ഒരു പ്രത്യേക രീതിയിൽ അറിയാവുന്ന പുള്ളിയുടെ ഒരു സംഭവം വെച്ചാൽ ഗിവ് ആൻഡ് ടേക്ക് ആണെല്ലാം. വെറുതെ ആരും നിർത്തില്ല, അവനെ കൊണ്ട് എന്തെങ്കിലും ചോദിപ്പിച്ച് അതിന് കൗണ്ടർ, ഇതാണ് പുള്ളിയുടെ ഒരു രീതി. അത് മറ്റാൾക്ക് മാത്രം ഡയലോഗ് അതൊന്നുമില്ല. ഷാഹിദിന്റെ എല്ലാ പടത്തിലും സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് ആയിരുന്നു. അത് ശരിയാ. രാജമാണിക്യത്തിൽ തന്നെ മമ്മൂക്ക ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ ഇദ്ദേഹം പോത്തിന്റെ ഇടയിൽ നിന്ന് ഒരു വരുന്നുണ്ട്, പുള്ളിക്കാ ഡയലോഗ്, പക്ഷെ അതില് ആക്ടിവിറ്റീസ് ആ പോത്തിന്. പിന്നെ അതന്നല്ല, പിന്നെ അതിലല്ല ഇതിൽ എന്നൊക്കെ പറഞ്ഞ സാധനം, അതിലല്ല ഇതില് നിന്നെ പോലെയുള്ള കുടുംബന്മാർക്ക് കൊണ്ടുപോകാൻ സർക്കാർ വക ജീപ്പ് AC ആക്കി തരണം എന്നൊക്കെ ചോദിക്കുന്ന ഡയലോഗില്ല. അതൊക്കെ പുള്ളിയുടെ സംഭാവനയാണ്. നമുക്കൊക്കെ അന്നത്തെ അങ്ങനത്തെ ഡയലോഗ് കിട്ടുമ്പോൾ ഇങ്ങനെ കൊരുത്തിരിക്കുന്ന സംഭവം. നമുക്ക് പറയാം, എടാ നല്ല സാധനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ നായകന്മാർക്ക് ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനം, ഒരു റെവലേഷൻ ഒക്കെ ഉണ്ടാവും. താന്തോന്നിയിലുണ്ട് രാജുട്ട് മറ്റേ ലാസ്റ്റ് വരുന്നത്. അതേപോലെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇവിടെ കലൂരാണ് താമസിച്ചിരുന്നത്, ഒരു ഫ്ലാറ്റിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ രാത്രി എന്നെ ഒരു കാര്യത്തിന് വിളിക്കുക, എന്നെ വിളിച്ചിട്ട് പ്രൊഡ്യൂസറുടെ അടുത്ത് ഉള്ള സംഭവം പറഞ്ഞിട്ട്, നമ്മൾ ഹീറോയ്ക്ക് കൈയ്യടി കിട്ടാൻ വേണ്ടി ഇവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയല്ല, നമ്മളെ കഷ്ടപ്പാട് അവർ അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പെട്ടെന്നാണ് ആലോചിച്ച് ഇന്ന് കട അടച്ചു പോയല്ലോ എന്ന്. അപ്പോൾ നിന്നെ വിളിച്ച കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. അത് വലിയ എത്ര പോയിന്റ് പുള്ളി പറഞ്ഞു. കാരണം ഹീറോയ്ക്ക് കൈയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് എഴുതിയ ഡയലോഗുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ഇവര്. അവർക്ക് അവിടെ ചെന്നിട്ട് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് അതിനുവേണ്ടി തല പുകഞ്ഞ് ചെയ്യുന്ന ആൾക്കാരാണ്. അദ്ദേഹത്തിന്റെ ബ്രദറും അതെ, റസാഖ് ഇതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഇമോഷൻ ഐറ്റം.
ബാബുരാജ് ചേട്ടനും ഈ ഡയറക്ഷന്റെ പരിപാടി ഇനി വല്ല പ്ലാനും ചെയ്യുന്നുണ്ടോ പുതിയ? ഞാനിപ്പോൾ കഴിഞ്ഞത് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പണ്ടത്തെ പോലെ പണ്ടൊക്കെ നമ്മളിപ്പോൾ വിശ്വസാറൊക്കെ ഒരു വർഷം 6-7 പടമൊക്കെ ഡയറക്റ്റ് ചെയ്ത ആൾക്കാരാണ്. ഇപ്പോൾ അത് വന്ന് ഒരു ഡയറക്ടർക്ക് ഒരു വർഷം അങ്ങോട്ട് മാറ്റി വെക്കേണ്ടി ഒരു വർഷം 1.5 വർഷവും. കാരണം ഇപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സൊക്കെ. ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു പടം അപ്പോൾ ഒരു വർഷം ഒരു പടത്തിൻ്റെ പുറകെ നമ്മൾ നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ അഭിനയത്തിൻ്റെ ഫീൽഡ് ചിലപ്പോൾ നമ്മൾ മാറ്റിപ്പെട്ടു പോകും. കാരണം ഇവിടെ ഇപ്പോൾ എന്തിനും ഓപ്ഷൻസ് ഉള്ള സമയമല്ലേ. അതെ അതില്ല അവല്ല പുള്ളി പടത്തിൻ്റെ ഇനി വേണ്ട നമ്മളില്ലാന്നും പറയണ്ട. നമ്മളേതെങ്കിലും പടം അനൗൺസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഇവിടുന്ന് പറയും ഈ ബാബുരാജനെ കിട്ടില്ല കേട്ടോ, ബാബുരാജ് മറ്റേ പടത്തിൻ്റെ പുറകെയല്ലേ മറ്റേതായിട്ട് നടക്കുക. അന്ന് പിന്നെ ആരെ കിട്ടും, അന്ന് ഇന്നാൾ വെച്ചു. ശരി. നമ്മൾ എന്തിനാ അതിന് നിൽക്കണേ? എല്ലാ ആഗ്രഹങ്ങളും പണ്ടേ നമ്മൾ തീർത്തതാണ്. ഡയറക്ഷൻ പരിപാടിയൊക്കെ തീർത്തതാണ്. അപ്പോൾ ഇനിയുള്ള കാലം ഇതിൻ്റെയൊക്കെ പുറകെ നരയൊക്കെ ഇട്ടായാലും ഇങ്ങനെ അഭിനയിച്ചൊക്കെ നടക്കുക. ചേട്ടൻ പുതിയ പരിപാടി എന്തെങ്കിലും പിടിക്കുന്നുണ്ടോ? ഇല്ല ഡയറക്ഷൻ പരിപാടി ഇപ്പോൾ തൽക്കാലം ഇല്ല. എഴുത്ത് 2-3 പ്രൊജക്റ്റുകളായിട്ടുണ്ട്. അത് ഓണാവണം. ഇതേപോലെ കോമഡി സബ്ജക്റ്റ് ആണ്. പിന്നെ ത്രൂ ഔട്ട് വെടിക്കെട്ടോടുകൂടി തീരുമാനിച്ചതിന് കോമഡി മതി. വെടിക്കെട്ട് കോമഡി അല്ലേ? അല്ല ഇനി കോമഡിയുടെ വെടിക്കട്ടെ. സീരിയസ് ആയിരുന്നല്ലോ. വെടിക്കെട്ട് കാസ്റ്റ് സിസ്റ്റത്തിന്റെ കഥയായിരുന്നു. ഇനി കോമഡിയുടെ വെടിക്കട്ടെ അല്ലേ? ചേട്ടനും ICUയിൽ ഇപ്പൊ എത്ര കൊല്ലമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതില്? പടം ഇപ്പോൾ ലാസ്റ്റ് വർക്ക് ചെയ്തിട്ട് 1 വർഷം 1.5 വർഷം. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പടത്തിന്റെ ഡ്യൂറേഷൻ അത്രേ ഉള്ളൂ. ഇപ്പം ചില സബ്ജക്റ്റുകൾക്ക് വർഷമൊന്നും ഒരു പ്രശ്നമല്ല. ചിലപ്പോൾ അത് കുറച്ച് വർഷം കഴിയുമ്പോഴായിരിക്കും അതിനെ പറ്റിയ ഇത് കിട്ടുക. ഈ പറയുന്ന പോലെ ഈ സിനിമയൊക്കെ ഇനിയിപ്പോൾ 1 വർഷമല്ല 1.5 വർഷം എന്ന് പറഞ്ഞാലും അതിൻ്റെ കണ്ടന്റൊന്നും ഒരിക്കലും ഏത് കാലഘട്ടത്തിലും റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. തുടരും 10 കൊല്ലം കഴിഞ്ഞിട്ട് വന്ന പടം അതെ ആ സബ്ജക്റ്റ് ആയിട്ട് അത് നടക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ സമയം അത് വിജയിക്കാനുള്ള സമയമാണോ? അതെ അതൊന്നും കറക്റ്റായിട്ട് വീണിരിക്കും. അപ്പോൾ എന്തായാലും ICUവും വലിയ വിജയമാവട്ടെ, പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു. താങ്ക് യു.